തനിക്ക് മുന്നിൽ ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന രാഹുലിനെ കണ്ട അബിക്ക് ദേഷ്യം വന്നു. അവൻ പോലും അറിയാതെ അത് മുഖത്തും പിന്നെ കൈയിലേക്കും ഇരച്ചു കയറി. കൈ ചുരുട്ടി മുന്നോട്ട് വന്ന അബിയെ സൂര്യ തടഞ്ഞു. അവൻ വിട് സൂര്യ, അവൻ വന്ന് എന്നെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യട്ടെ. സൂര്യയെ തള്ളി മാറ്റി രാഹുലിന്റെ ഷർട്ടിന്റെ കോലൽ പിടിച്ച അബിയെ സൂര്യ പേടിയോടെ നോക്കി. നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നുമല്ല, പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. ഇപ്പൊ നീ കൊല്ലാൻ നോക്കിയത് എൻ്റെ ജീവനെയാണ്. നീ എന്നെ എന്തു വേണേനും ചെയ്തോ, പക്ഷെ ഒന്നുണ്ട്, നിന്റെ പ്രാണൻ ലക്ഷ്മി, അവളെ പിന്നെ നിനക്കൊരിക്കലും കിട്ടില്ല. എനിക്കറിയാം അഭിറാം, നിന്റെ ആദ്യത്തെ പ്രണയം ലക്ഷ്മിയാണെന്ന്. അത് നിരസിച്ചപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൽ നീയും എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ഒരിക്കലും നിനക്കവളെ കിട്ടില്ല, കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കിട്ടൂടാ, ഈ അഭിറാമിൻ്റെ പെണ്ണാണ് ലക്ഷ്മി. നിനക്കെന്തായിരുന്നു അവൾക്ക് പകരം വേണ്ടത് എന്ന് ചോദിച്ചാലും ഞാൻ തന്നേനെ. എനിക്കറിയാം അഭിറാം, നീ എന്തും തരും, നിന്റെ ജീവൻ പോലും. നീ ഇപ്പം എൻ്റെ ഷർട്ടിൽ നിന്ന് കൈയെടുക്ക്. നിന്റെ ഇടി കൊണ്ട് ഞാനെങ്ങാനും ചത്തുപോയാൽ പിന്നെ ലക്ഷ്മി നിനക്ക് കിട്ടാക്കാനിയാവും. ഇപ്പോഴും ബോൾ എൻ്റെ കോർട്ടിലാണ്. ശരിയാണ്, ഇവൻ എന്തേലും പറ്റിപ്പോയാ ലക്ഷ്മി പിന്നെ. പേടിയോടെ അബി അവനിൽ നിന്ന് അകന്നു മാറി. കണ്ടോ സൂര്യ, പാവം ലക്ഷ്മിയെ കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അഭിറാം നന്നായി പേടിച്ചു. നിന്നെ പോലെ കുറേ പൊട്ടന്മാരുണ്ട് സ്നേഹിക്കുന്ന പെണ്ണിനു വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്നവൻ. അതേടാ, ഈ അഭിറാം അവളെ ചങ്ക് പറിച്ച് തന്നെയാണ് സ്നേഹിക്കുന്നത്. അല്ലാതെ നിന്നെ പോലെ ക്യാഷിനു വേണ്ടി ആണും പെണ്ണും കെട്ട കളികൾ ചെയ്യില്ല. നിനക്ക് അവൾക്ക് പകരം എന്തായിരുന്നു വേണ്ടത്? ഞാൻ തരുമായിരുന്നു, എനിക്കുള്ളത് മുഴുവൻ. എനിക്കറിയാം, പക്ഷെ ഞാൻ അങ്ങനെ അവളെ നിനക്ക് വിട്ടു തന്ന അവളെ നിന്നെ സ്നേഹിച്ചാലോ? പിന്നെ നിന്റെ നല്ല ഭാര്യയായി, നിന്റെ മക്കളുടെ അമ്മയായി, അതിനൊന്നും എനിക്ക് കാണാൻ സഹിക്കാൻ പറ്റില്ല അഭിറാം. നിന്റെ എന്നല്ല ഒരാളുടെ ഭാര്യ ആവില്ല ലക്ഷ്മി. എന്തിന് രാഹുൽ, എന്തിനു വേണ്ടി നിന്നെ ഇത്രയും സ്നേഹിക്കുന്നു അവൾ? ആർക്കവളോട് സ്നേഹം? എനിക്കോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന പെണ്ണ് അത് അവളാണ്. അവളുടെ മുടിഞ്ഞ സൗന്ദര്യം, ഏതൊരാണും കൊതിക്കുന്ന അവളുടെ ശരീരം, ഇതൊക്കെ കൊണ്ട് എനിക്ക് നഷ്ടമായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ പോലും എനിക്കൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ കൂടപ്പിറപ്പിനെയാണ്. അവൾ കാരണം അവളെ കണ്ട് മോഹിച്ച് അവർ എൻ്റെ അമ്മ. അവൾ അനുഭവിച്ച മരണവേദന ലക്ഷ്മി കാരണമാണ്. നിന്റെ ഒപ്പം എന്നല്ല ഒരാണിൻ്റെ ഒപ്പവും അവളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ അമ്മുവിനില്ലാത്ത കുടുംബജീവിതം അവൾക്കും വേണ്ട. അതിനുവേണ്ടി അവളുടെ മുന്നിൽ എത്ര പൊട്ടൻ കളിക്കാനും ഞാൻ തയ്യാറാണ്. അവൾ എന്ന പെണ്ണ് എൻ്റെ കാൽ കീഴിലുണ്ടാവണം, എനിക്ക് ചവിട്ടി മെതിക്കാൻ. പിന്നെ അവൾ എന്ന പെണ്ണിനോടാകെ തോന്നിയ വികാരം കാമമാണ്. പക്ഷേ ഇതുവരെ ഒരവസരം ഒത്തു വന്നിട്ടില്ല. പിന്നെ ബലപ്രയോഗം ചിലപ്പോൾ അതിൽ മനം നൊന്ത് അവൾ മരിച്ചാൽ പിന്നെ തീർന്നു. അങ്ങനെ ഒരു മരണം എന്നിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടലാണ്. എൻ്റെ കാൽ കീഴിലുണ്ടാവണം അവള്. ലക്ഷ്മി വിശ്വനാഥൻ മാത്രമായി. നിന്റെ എന്നല്ല ഒരാണിൻ്റെയും താലി അവളുടെ കഴുത്തിൽ വീഴില്ല. പകയോടെ മുന്നിലിരുന്ന രാഹുലിനെ അബി അമ്പരപ്പോടെ നോക്കി. രാഹുൽ പ്ലീസ്, അവളൊരു തെറ്റും ചെയ്ത് കാണില്ല. അതിൻ്റെ പേരിൽ ഒരു പക. എനിക്ക് നിൻ്റെ വേദന അറിയാം. ഞാനും ഒരു സഹോദരനാണ്. പ്ലീസ്, അവൾ ജീവിച്ചോട്ടെ. ഓഹോ, അപ്പോൾ അഭിറാം വർമ്മയ്ക്ക് താഴാനൊക്കെ അറിയാം. പക്ഷെ സോറി അഭിറാം, നീ അവളെ അങ്ങ് മറക്ക്. ഈ ജന്മത്തിൽ ലക്ഷ്മിയുടെ വിധി ഇതാണ്. ജീവിതം മുഴുവൻ കന്യകയായി ജീവിച്ച് തീർക്കട്ടെ അവളുടെ ജീവിതം. രാഹുൽ, ഇപ്പോഴും ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. കാരണം നിന്റെ നഷ്ടം വലുതാണ് എന്ന് വെച്ച് എൻ്റെ പെണ്ണിനെ നിൻ്റെ മുന്നിൽ ഞാൻ ഇട്ടുതരില്ല നിനക്ക് പക തീർക്കാൻ. ഇപ്പോൾ തന്നെ ഞാൻ അവളോട് പറയും, ആട്ടിൻ തോലിട്ട നീ എന്ന ചെന്നായുടെ മുഖം മൂടി. വിശ്വസിക്കില്ല അഭിറാം, ലക്ഷ്മി അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പുരുഷൻ നീയാണ്. എന്നോടുള്ളതൊരു കാമുകൻ്റെ സ്നേഹം മാത്രമല്ല, അവൾക്ക് വേണ്ടി ഇരയായ കൂട്ടുകാരിയുടെ സഹോദരനോടുള്ള കടപ്പാടാണ്. ആ എന്നെ കൊല്ലുമെന്ന് നിന്റെ ഭീഷണി അവൾ എങ്ങനെ നിന്നെ സ്നേഹിക്കും? രാഹുൽ പറഞ്ഞത് കേട്ട് അഭി തരിച്ചു നിന്നു. മയങ്ങിയണീറ്റ ലക്ഷ്മി കട്ടിലിന് ചുറ്റും നോക്കി. അഭിറാം ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇതാണ് രാഹുലിനെ തിരക്കിറങ്ങാൻ പറ്റിയ അവസരം. എവിടെ പോയി അവനെ തപ്പും? ഏതെങ്കിലും ഹോസ്പിറ്റലാകുമോ? അതോ അവൻ ജീവനോടെ പോലും കാണില്ലേ? താൻ കാരണം വീണ്ടും ആ അമ്മയ്ക്കൊരു നഷ്ടം കൂടി. പുറത്തേക്ക് പോവാൻ മുന്നോട്ടാഞ്ഞ ലക്ഷ്മിക്ക് മുന്നിൽ സഞ്ജു വന്നു. എവിടെ പോകുന്നു ലക്ഷ്മി? സഞ്ജീവ് മുന്നിൽ നിന്ന് മാറ്, എനിക്ക് പോവണം. പോവണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. അബി ഇവിടെയില്ല. അവൻ വന്നിട്ട് എവിടെയാണെന്ന് വെച്ച പൊക്കോ. അവൻ്റെ അനുവാദം വാങ്ങി ഓരോന്ന് ചെയ്യാൻ അവൻ്റെ ആരാ? പിന്നെ ഇപ്പോൾ അഭിറാം ഇവിടെ ഇല്ലാന്ന് മനസ്സിലായി. എവിടെ പോയതാ? കൊന്നവനെ കുഴിച്ചു മൂടാനോ അതോ ചത്തില്ലായെങ്കിൽ കൊല്ലാനോ? ലക്ഷ്മി വിചാരിക്കുന്ന പോലെ ഒരാളല്ല അഭിറാം. അവൻ രാഹുലിനൊന്നും ചെയ്തിട്ടില്ല.
ഈ ആക്സിഡൻ്റായി അവനൊരു ബന്ധവുമില്ല. മതി സഞ്ജീവ്, എനിക്കൊന്നും കേൾക്കണ്ട, പ്രത്യേകിച്ച് അഭിറാമിനെ പറ്റി. ക്യാഷിൻ്റെ അഹങ്കാരത്തിൽ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ ചവിട്ടിയരയ്ക്കുന്ന ഒരു നീചൻ. അതുമല്ലെങ്കിൽ തനിക്ക് വേണമെന്ന് തോന്നുന്നത് അതിൻ്റെ ഇഷ്ടം പോലും നോക്കാതെ സ്വന്തമാക്കാൻ നടക്കുന്ന ഒരു സ്വാർത്ഥൻ. അതാണ് നിങ്ങളുടെ അഭി എന്ന അഭിറാം വർമ്മ. ലക്ഷ്മി അവൻ തന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പ്ലീസ് അവൻ്റെ സ്നേഹമൊന്ന് മനസ്സിലാക്കണം. പ്ലീസ് സഞ്ജീവ്, നമ്മൾ തമ്മിൽ ഒരു മുൻപരിചയവും ശത്രുതയുമില്ല. പക്ഷേ ഇനിയും ഈ സംസാരം തുടർന്ന എനിക്ക് മുഖം കറുത്തെന്തേലും പറയേണ്ടി വരും. സോറി ലക്ഷ്മി, താനൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഡോക്ടർ ഡിസ്ചാർജ് പറയുമ്പോൾ വീട്ടിൽ പോവാലോ. അപ്പം അഭിയും വരും. എന്നൊരു നല്ല ഫ്രണ്ടായി കണ്ട് പ്ലീസ്, ഇതൊരു റിക്വസ്റ്റാണ്. അഭിറാം വന്നാലും ഇല്ലേലും ഡിസ്ചാർജ് ആയാൽ ഞാൻ പോകും. ഇപ്പം സഞ്ജയ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വെയിറ്റ് ചെയ്യാം. എങ്കിൽ റെസ്റ്റ് എടുത്തോ, ഞാൻ വെളിയിൽ കാണും. ആവശ്യം എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. കട്ടിൽ ചെന്നിരുന്ന് ലക്ഷ്മി തൻ്റെ കണ്ണുകൾ ഇറുക്കെ അടച്ചു. ആരൊക്കെയോ ചേർന്ന് പിച്ചി ചീന്തിയ തൻ്റെ സഹോദരിയെ മടിയിൽ വെച്ച് ചുറ്റും നോക്കുന്ന ആ 15 വയസ്സുകാരൻ മനസ്സിൽ വന്നു. തനിക്ക് അവനോട് തോന്നിയ വികാരം എന്താണ്? പ്രണയമോ അതോ താൻ അറിഞ്ഞല്ല എങ്കിൽ പോലും തനിക്ക് വേണ്ടി ഇരയായി കൂട്ടുകാരിയുടെ സഹോദരനോടുള്ള കടപ്പാടോ? അറിയില്ല. അവനൊരു നല്ല കൂട്ടുകാരിയാവണമെന്നേ താൻ കരുതിയുള്ളൂ. തനിക്ക് വേണ്ടി മരണവേദന അനുഭവിച്ച ആ മുഖം തനിക്കെന്നും ഒരു കുറ്റബോധമാണ്. അതുകൂടി കൊണ്ടാവാം പലരോടും നിരസിച്ച പ്രണയം അവൻ വെച്ച് നീട്ടിയപ്പോൾ താൻ സ്വീകരിച്ചത്. അവൻ്റെ ജീവന് തൻ്റെ ജീവനേക്കാൾ വിലയുണ്ട്. ആ ജീവൻ മുന്നിൽ നിർത്തി ഓരോ നിമിഷവും അഭിറാം തന്നോട് വില പറയുമ്പോൾ അവനോട് തോന്നുന്ന ദേഷ്യം പോലും വേറൊരാളോടും തോന്നിയിട്ടില്ല. അടഞ്ഞ കണ്ണ് വീണ്ടും മുറുക്കെ അടച്ചു. തൻ്റെ മുന്നിൽ പകയോടെ ഇരിക്കുന്ന രാഹുലിനെ അഭി അമ്പരപ്പോടെ നോക്കി. പറ അഭിറാം, നീ ഇതെല്ലാം വിട്ട് നിന്റെ കാര്യം നോക്കുവല്ലേ? നിനക്ക് എത്ര നല്ല പെണ്ണിനെ കിട്ടും. എങ്ങും പോവണ്ട, നിന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ സൂര്യ. അവൾക്ക് നീ എന്ന് വെച്ച ജീവനാ. രാഹുൽ, നീ എന്നെ ഓരോ നിമിഷവും അതിശയിപ്പിക്കുന്നു. ആദ്യം കണ്ടപ്പോൾ ഒരു പാവം, പിന്നീടൊരു ഫ്ലാഷ് ബാക്ക് കൊണ്ട് ഒരു മാസ് വില്ലൻ. പക്ഷേ ഇപ്പോഴത്തെ ഈ റോള് തീരെ മോശം കേട്ടോ മാമ, അതും ഇവൾക്ക് വേണ്ടി. പുച്ഛത്തോടെ അഭിറാം സൂര്യയുടെ മുഖത്തേക്ക് നോക്കി. എന്താടാ എനിക്കൊരു കുറവ്? നിന്റെ മറ്റവളുടെ അത്ര സൗന്ദര്യമില്ലാന്നുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും ഞാൻ അവൾക്ക് മുകളിലാണ്. പറ അഭിറാം, എന്താ എനിക്ക് കുറവെന്ന്? അഭി തൻ്റെ കൈ വീശിയടിച്ച അടിയിൽ സൂര്യത്തെ അരിച്ചു നിന്നു. ഇപ്പം മനസ്സിലായോ എന്താ നിനക്ക് കുറവെന്ന്? ഇത് നീ എന്നോട് ഇത്രയും പറഞ്ഞ ദേഷ്യം കൊണ്ടല്ല കേട്ടോ. ഇനി ഒരു തവണ അഭിറാമിൻ്റെ പെണ്ണിനെ കൊല്ലണമെന്ന ചിന്ത നിനക്ക് വന്ന ഇതുവരെ കണ്ട ഞാനാവില്ല. പിന്നെ നിൻ്റെയൊക്കെ ഒരു വീരപ്പൻ ഗിരി ഉണ്ടല്ലോ, അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. പേടിക്കേണ്ട, അവൻ ചത്തില്ല. ഉടനെ എണീറ്റ് നടക്കാൻ ചാൻസ് കുറവാ. പാവം, അവനെ കൂടി ഒന്ന് പരിഗണിക്കണം. പിന്നെ രാഹുൽ, നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഒരടിയിൽ നീ നന്നാവില്ല. നമുക്ക് തമ്മിൽ ഒന്നുകൂടെ ഒന്ന് കാണണം. പക്ഷേ ഇപ്പോഴല്ല. ലക്ഷ്മി മിസ്സസ് ലക്ഷ്മി അഭിറാമായി കഴിഞ്ഞ്. അപ്പോൾ ഹീറോയുടെ മാസ് ഡയലോഗ് തീർന്നു. ഞാൻ പോട്ടെ. അങ്ങനെ ഹീറോ മാസ് ഡയലോഗ് അടിച്ച് പോവാതെ വില്ലന് പറയാനുള്ളത് കേൾക്ക്. ലക്ഷ്മി എന്നും ലക്ഷ്മി വിശ്വനാഥനായിരിക്കും. അവളുടെ കഴുത്തിൽ ആരുടെയും ഒരു താലി വീഴാൻ ഞാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് നിന്റെ. അങ്ങനെ നീ വാശി പിടിക്കാതെ ആ കഴുത്തിൽ ഒരു താലി വീണാൽ അത് അഭിറാമിൻ്റെ ആവും. ഇനി അഥവാ നീയായിട്ടത് മുടക്കിയാലും വീഴും കഴുത്തിൽ. പക്ഷേ താലിയാവില്ല, നിന്നെ കൊല്ലാനുള്ള കാലൻ്റെ കുരുക്ക്. അപ്പോൾ ഡയലോഗ് തീർന്നു. ഞാൻ പോട്ടെ. അഭിറാം പോകുന്നു നോക്കി പകയോടെ സൂര്യ നിന്നു. അതിലും പകയിൽ രാഹുലും. ഹോസ്പിറ്റലിലേക്ക് കയറി വന്ന അഭിയെ കണ്ട് സഞ്ജു ഒന്ന് അമ്പരന്നു. ആഹാ, അന്യനായി പോയ നീ റെമോ ആയി തിരിച്ചു വന്നല്ലോ. അടിച്ചു നനച്ച് കുളിച്ച് പുതിയ കോട്ടും സ്യൂട്ടും പുതിയ വണ്ടി. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കാനല്ലേ പോണത്, അല്ലാതെ ബിസിനസ് മീറ്റിങ്ങിനൊന്നും അല്ലല്ലോ. അതെ സഞ്ജു, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? ഒറ്റ നോട്ടം നോക്കുമ്പോൾ തന്നെ അങ്ങ് ഇഷ്ടമാവണം. ആർക്ക്? ലക്ഷ്മിയുടെ ചെറിയമ്മയ്ക്ക്. നീ അവരെയാണോ കെട്ടാൻ പോണത്? നല്ല സെലക്ഷൻ. നീ ദേഷ്യം വന്ന ഇംഗ്ലീഷ് തെറി പറയും, അവർ മലയാളത്തിലും. നല്ല ജോഡിയാവും. അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? പോടാ, ചളി അടിക്കാതെ. പോയിട്ട് നടന്ന് വീട്ടിൽ ചെന്ന് പറയാം. ഞാൻ കളിയൊന്ന് മാറ്റി പിടിക്കുക സഞ്ജു. എന്ത് കളി? നീ എന്തായി പറയുന്നത്? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ? ഇപ്പം ഞാൻ എൻ്റെ സ്വീറ്റ് ആർട്ടിനെ ഒന്ന് കാണട്ടെ. വേഗം ചെല്ല്. നീ വരുന്നില്ലേ സഞ്ജു? അയ്യോ ഇല്ല, രണ്ടും കൂടിയാലേ ചന്തയാണ്, താനി ചന്ത. പോയിട്ട് വാ. അഭി ചെന്നപ്പോൾ ലക്ഷ്മി ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. ലക്ഷ്മി,
അവൻ്റെ വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി. അഭിയെ കണ്ട് ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. ലക്ഷ്മി, വീണ്ടും അവൻ വിളിച്ചു. അവൻ്റെ വിളിയിൽ ലക്ഷ്മി തിരിഞ്ഞു നിന്നു. എന്താണ് അഭിറാം? പോയ ഡീൽ നടക്കാത്തത് കൊണ്ട് സങ്കടമുണ്ടോ? എന്ത് ഡീൽ? എന്താ തലയടിച്ചു വീണപ്പോൾ ഉണ്ടായിരുന്ന ബോധം പോയോ? നാണാവുന്നില്ലേ അഭിറാം ഇങ്ങനെ തരം താഴാൻ? വീണ്ടും വീണ്ടും അവൻ്റെ മുന്നിൽ ചെന്ന് എനിക്ക് വില പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അവൻ സ്നേഹിച്ചത് എന്നെയാണ്, അല്ലാതെ പണത്തിനെയല്ല. ഓ, അതാണ് കാര്യം. രാഹുൽ വിളിച്ചല്ലേ? പറ, ബാക്കി കൂടി കേൾക്കട്ടെ. നരകമൊക്കെ ഇത്ര ഹൈടെക് ആയത് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും നേരം ഞാൻ അവനെ കൊന്നു എന്നല്ലേ നീ പറഞ്ഞേ? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഞാൻ മനുഷ്യരോട് മാത്രമേ സംസാരിക്കൂ. സഹജീവിയോട് പോലും കരുണയില്ലാത്ത മൃഗങ്ങളോട് സംസാരിക്കില്ല. ചോരയിൽ കുളിച്ചവൻ കിടന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അവിടെ ഉപേക്ഷിക്കാൻ? ശത്രുവാണെങ്കിൽ ഒരു മാനുഷിക പരിഗണന വേണ്ടേ? പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അവനെ കണ്ട് നിങ്ങൾ വെച്ച ഡീലില്ലേ, അതിനുത്തരം ഞാൻ തരാം. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. എന്ത് ഡീൽ? ഏത് ഹോസ്പിറ്റൽ? നീ എന്തേ പറയുന്നത്? ഞാൻ രാഹുലിനെ കണ്ടു എന്നുള്ളത് സത്യമാണ്. അത് പക്ഷേ ഹോസ്പിറ്റൽ വെച്ചല്ല. സൂര്യ, മതി, നിർത്ത് അഭിറാം. തനിക്ക് ക്യാഷ് കൂടുതലുണ്ടെങ്കിൽ ആരെയും പാവപ്പെട്ടവർക്ക് കൊടുക്ക്. അല്ലാതെ കണ്ടവൻ പ്രേമിച്ച പെണ്ണിനെ വില പറയല്ല വേണ്ടത്. മരിച്ചാലും നരകത്തിൽ പോകുന്നത് രാഹുലാവില്ല, നിങ്ങളാവും. നിർത്ത് ലക്ഷ്മി. നിന്നെ ഒന്ന് തള്ളിപ്പോയതിൽ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. പിന്നെ നീ ചില്ലുകൂട്ടിലെടുത്ത് വെച്ചിരിക്കുന്ന നിന്റെ പുണ്യാളനുണ്ടല്ലോ രാഹുൽ. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അവൻ്റെ നന്മ മരത്തിൻ്റെ കിരീടം ഊരി വെപ്പിച്ച് ഒരു മുൾക്കിരീടം ഞാൻ വെപ്പിക്കുന്നുണ്ട്. എന്നിട്ടാവാൻ നിനക്കുള്ള മറുപടി. ഡിസ്ചാർജായി വീട്ടിൽ പോവാനൊരുങ്ങ്. ഞാൻ ബില്ലടച്ചു വരാം. അഭിറാം, എനിക്ക് വേണ്ടി ഇവിടെ എത്ര രൂപയായാലും അതെല്ലാം നിങ്ങളൊരു ബുക്കിൽ കുറിച്ചിട്ടോ, ഞാനത് തിരിച്ചു തരും. ഓ ആയിക്കോട്ടെ, ബുക്കൊന്നും കൊണ്ട് നടക്കാറില്ല. ഒരെണ്ണം വാങ്ങണം. തിരിച്ചു തരുമ്പോൾ അതിൻ്റെ വില കൂടി തരണേ. ഇനിയും ഇവിടെ നിന്ന എൻ്റെ കൈയും നിന്റെ കവിളും കൂടി കൂട്ടിമുട്ടും. മുറിയിൽ നിന്നിറങ്ങിപ്പോയ അഭിയെ നോക്കി ലക്ഷ്മി നിന്നു. ശരിയാ, ഞാനെന്തിനാ വെറുതെ കാലിൻ്റെ തല്ല് വാങ്ങുന്നത്? കിട്ടിയതിൻ്റെ വേദന പോലും പോയില്ല. എരിവ് വലിച്ചുകൊണ്ട് അവൾ കവിളിൽ തലോടി. എന്തൊക്കെയായാലും രാഹുൽ, അവനൊന്നും പറ്റിയില്ലല്ലോ, അത് ഭാഗ്യം. ഇത്ര നേരം എന്ത് ടെൻഷനായിരുന്നു. അവൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് സമാധാനമായത്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ചെറിയമ്മയുടെ വക ഇന്ന് നല്ലത് കിട്ടും. ലക്ഷ്മി ഓരോന്നോർത്തു നിന്നപ്പോൾ അഭി തിരിച്ചു വന്നു. അവർ ഹോസ്പിറ്റൽ വെളിയിൽ വന്നപ്പോൾ അഭി പറഞ്ഞു, വാ ലക്ഷ്മി, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട അഭിറ, ഞാൻ ഒരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. നീ ഒരു ഓട്ടോ പിടിച്ചാൽ ഇങ്ങനെ ആയത്? നിനക്ക് ഇനിയും മതിയായില്ലേ? ഇത്രയായി, ഇനി ഞാൻ കൊണ്ടാക്കാം. ബില്ലടച്ച പൈസ തരുമ്പോൾ വണ്ടിക്കൂലി കൂടി തന്നാൽ മതി. ലക്ഷ്മി ഒരു വാശി വേണ്ട, അഭി കൊണ്ട് വിടും, കേറ്. കാറിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് സഞ്ജു പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കോ? നീ എവിടെ പോണ്? അത് അഭി, സത്യം പറയാലോ, എനിക്കിവരുടെ ചെറിയമ്മയുടെ വായിൽ നിന്ന് കേൾക്കാൻ വയ്യ. ഒന്നും ഞാൻ കേട്ടില്ലേ. ഇനി നിന്റെ ചാൻസ്. 2 പഞ്ഞിയും മേടിച്ച് ചെവിയിൽ വെച്ചോ. നീ വരുന്നില്ല എന്നുറപ്പാണോ? എങ്കിൽ നിർബന്ധിക്കുന്നില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിക്കാം. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സഞ്ജീവ്, ഞാൻ പുറകിലിരുന്നോളാം. സഞ്ജു, ഞാൻ ആരുടെയും ഡ്രൈവറല്ല. ലക്ഷ്മിനൊരു വഴക്ക് വേണ്ട, കയറി പ്ലീസ്. സഞ്ജു പറഞ്ഞുകൊണ്ട് എതിര് പറയാതെ ലക്ഷ്മി കയറി. ഡ്രൈവ് ചെയ്യുമ്പോൾ അഭി ഹാപ്പി ആയിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ തൊട്ടടുത്ത്. നല്ലൊരു റൊമാൻറ്റിക് സോങ് വെച്ചാലോ? ഏയ് വേണ്ട, ഇനി അത് ഇഷ്ടമായില്ലെങ്കിൽ ഈ പിശാച് കാറിൽ നിന്ന് ചാടിയ പണിയാവും. തൊട്ടടുത്തുണ്ടായിട്ടും എങ്ങനെ മിണ്ടാതിരിക്കും? അടിച്ചത് വേദന ഉണ്ടോ എന്ന് ചോദിച്ചാലോ? ലക്ഷ്മി, നിനക്ക് നല്ല വേദനയുണ്ടോ? ഞാൻ അന്നേരത്തെ ദേഷ്യം കൊണ്ട് അടിച്ചു പോയതാ, സോറി. പിന്നെ വേദന ഉണ്ടോ എന്ന്? ഇരുമ്പുലക്ക് പോലെയുള്ള കൈ വെച്ചടിച്ച പിന്നെ സുഖമാണല്ലോ കാലൻ. ലക്ഷ്മി സ്വയം പിറുപിറുത്തു. ലക്ഷ്മി എന്തേലും പറഞ്ഞോ? വേദന എടുക്കാതിരിക്കാൻ ഞാൻ തന്നെ പോലൊരു മൃഗമല്ല, മനുഷ്യനാണ്. അഭി എന്തോ പറയാൻ വാ തുറന്നതും ലക്ഷ്മി ഇടയ്ക്ക് കയറി പറഞ്ഞു, അഭിറാം, ഇനി എന്തേലും എന്നോട് മിണ്ടാൻ വന്ന ഇവിടെ ഞാൻ ഇറങ്ങും, വേണോ? ഇമ്മാതിരി ഒന്നിനെ പ്രേമിച്ച എൻ്റെ ഒരു അവസ്ഥ ഏത് നേരത്താണോ എനിക്ക്. അവളോടുള്ള ദേഷ്യം മുഴുവൻ സ്റ്റിയറിങ്ങിൽ തീർത്ത് അഭി ഡ്രൈവ് ചെയ്തു. കാറ് മുറ്റത്തെത്തിയ സൗണ്ട് കേട്ട് ലക്ഷ്മിയുടെ ചെറിയമ്മ അങ്ങോട്ട് വന്നു, ഒപ്പം നിത്യയും. തന്നെ കടിച്ചു തിന്നാൻ ദേഷ്യമായി നിൽക്കുന്ന ചെറിയമ്മയെ ലക്ഷ്മി ദയനീയമായി നോക്കി. ചേച്ചി എങ്ങനെയുണ്ടിപ്പോൾ എന്ന് ചോദിച്ച് നിത്യ ഇറങ്ങി വന്നു. കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് അവൾ കണ്ണു തള്ളി നിന്നു. അഭിറാം വർമ്മയല്ലേ? വർമ്മ അസോസിയേറ്റ് MD. അതെ, ലക്ഷ്മിയുടെ അനിയത്തിയാണ്. കഴിഞ്ഞ മാസത്തെ ബിസിനസ് ടുഡേയിൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ? പിന്നെ സാറിൻ്റെ ആയിരുന്നല്ലോ കവർ പേജും. സാറാണോ ചേച്ചിയെ രക്ഷിച്ചത്?
അതെ, ഞാനാണ് മോളുടെ ചേച്ചിയെ രക്ഷിച്ചത്. മോള് പഠിക്കുവാണോ? അതെ, BBA ലാസ്റ്റ് ഇയർ. ബിസിനസ് സബ്ജക്റ്റ് വരുമ്പോൾ സാറിൻ്റെ പേരും ആദ്യം എല്ലാവരും പറയുക, പിന്നെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, ആ ഇൻ്റർവ്യൂ പറഞ്ഞ ആ പ്രണയിനി ആരാ? വല്ല ഹീറോയിനാണോ? നിത്യ ദേഷ്യത്തിൽ നോക്കി ലക്ഷ്മി അകത്തോട്ട് പോയി. സോറി സർ, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. ഏതൊരു ഹീറോയിൻ ആവുമെന്ന ഫ്രണ്ട്സ് പറഞ്ഞത്. ആരാണെന്നറിഞ്ഞ അവിടെ മുന്നിൽ എനിക്ക് സ്റ്റാർ ആവാലോ, അതാ ഞാൻ. സോറി. എന്തിനാ സോറി? നിത്യ ചോദിച്ചതിന് ആൻസർ പോരെ? മോളുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ് എൻ്റെ ആ പ്രണയിനി. അവളെയാണ് ഞാൻ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത്. ചേച്ചിയോ? തലയിൽ നിന്ന് പറന്ന കിളിയെ നോക്കി നിത്യ തരിച്ചു നിന്നു.